ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ഓരോ സ്പന്ദനത്തിലും, തൻ്റെ ഓരോ സ്പർശനത്തിലും, തൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും, താൻ ചെയ്ത ഓരോ അത്ഭുതങ്ങളിലും, താൻ ഉരുവിട്ട ഓരോ വാക്കുകളിലും പ്രിയരെ, ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറ്റുവാൻ സമർപ്പിക്കുന്ന ഒരു പുത്രനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്ര വളരെ ദൈവികമായ ആശ്വാസമാണ് ഈ വേദഭാഗത്ത് ശമരിയ സ്ത്രീ അനുഭവിക്കുന്നത്. തനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 6-ാമത്തതും ഭർത്താവല്ല. പക്ഷെ എന്നാൽ കർത്താവ് ആ വിഷയങ്ങളൊന്നും തൊടുന്നില്ല. കർത്താവിൻ്റെ മുൻപിൽ വരുന്ന ഏത് വ്യക്തിയോടും ഒരു വാഴ്ത്തപ്പെട്ട മശിഹയെ വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു രക്ഷകനുണ്ടെന്ന് വെളിപ്പെടുത്തണം. അതിനുവേണ്ടി വെള്ളം കോരുവാൻ വരുന്ന ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. അവർ തമ്മിൽ വിരോധത്തിലാണെങ്കിലും പരസ്പരം സമ്പർക്കത്തിലല്ല എങ്കിലും ആ അന്യജാതിക്കാരിയോട് ചെന്ന് വെള്ളം ചോദിക്കുന്നു. കർത്താവിന് വെള്ളം ദാഹിച്ചിട്ടല്ല, അതിനേക്കാളുപരിയായി അവളിലുള്ള ആ ആത്മാവ് നിത്യതയിൽ കാണണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രം. ആ സുവിശേഷ ദർശനത്തോടുകൂടി, ആ ആത്മഭാരത്തോടുകൂടി ഇടപെടുന്ന കർത്താവ് അവളോട് പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ ആ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന സഹോദരി, ആ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നവളോട് പറയുന്നു, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. കർത്താവ് പിന്നെയും പറയുന്നു, അവളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തനി നിറം വെളിപ്പെടുത്തുമ്പോൾ അവൾ പറയുന്നു, ഞാൻ അറിയുന്നു മശിഹ വരുമെന്ന്. കർത്താവ് പറയുന്നു, ആ മശിഹ നിന്നോട് സംസാരിക്കുന്ന ഞാനാണ്. ആ പട്ടണത്തിലുള്ള സകലരെയും ആ സഹോദരി രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ല, കർത്താവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ചിന്ത, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം നമ്മെ നിറച്ചു. സുവിശേഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ആത്മഭാരം എത്രയാണ്? സുവിശേഷത്തെക്കുറിച്ച്, ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ച്, ഒരാത്മാവിനെ കിട്ടിയാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ അവരോട് നാം ഇടപെടുന്ന രീതി എങ്ങനെയാണ്? നാം സുവിശേഷം പറയുന്ന രീതി എന്താണ്? നോക്കൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണമെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് വലിച്ചു കീറാമായിരുന്നു. കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസത്തിൻ്റെ വചനം. മോൾ ഇതുവരെയും വരണ്ട കോരാൻ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ആ വെള്ളം എനിക്ക് തരൂ എന്ന് പറയുന്ന ആ സഹോദരിയോട് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. യേശു ഇൻഡയറക്റ്റായിട്ട് യേശു മശിഹായെക്കുറിച്ച് പറയുകയായിരുന്നു. വരാനിരിക്കുന്ന മശിഹ, യഹോവേ, രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ മശിഹ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഓരോരുത്തരും ഓരോരോ അനുഭവങ്ങൾ, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപിൽ വന്നുപെട്ട ഓരോ കർത്താവ് ചെയ്തു കൂട്ടിയ അത്ഭുതങ്ങൾ, കർത്താവിൻ്റെ മുൻപിൽ വന്ന വ്യക്തികൾക്ക് ദൈവം കൊടുത്ത വിടുതലുകൾ ഒന്നും ദൈവനാമത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ടല്ലാതെ തൻ്റെ പുകഴ്ചയ്ക്കോ
തൻ്റെ മാനത്തിനോ അല്ലായിരുന്നു. നമ്മളിന്ന് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? യേശുവിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ഏത് വ്യക്തിയെ കണ്ടാലും സുവിശേഷം പറയുവാൻ, അത് പറയുവാനുള്ള ഒരു ദൈവികമായ പരിജ്ഞാനം കർത്താവ് എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ ഒഴുക്കണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ നദി, ആ നിത്യജീവൻ്റെ ജലനദി എൻ്റെ മേൽ പകരപ്പെടണമേ. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. എൻ്റെ കർത്താവ് മഹത്വത്തിൻ്റെ രാജാവാണ്. ആ രാജാവിനോട് ചോദിച്ചാൽ സുവിശേഷം അറിയിപ്പാൻ, ആത്മാക്കളെ നേടുവാൻ, അതിനുള്ള എല്ലാവിധമായ കൃപകളും തന്ന് സഹായിപ്പാൻ. നോക്കൂ, തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം പറഞ്ഞ ആ സഹോദരിയുടെ വാക്ക് കേട്ട് ആ പട്ടണം മുഴുവൻ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നു. നമ്മുടെ പച്ചയായ സാക്ഷ്യങ്ങൾ പലപ്പോഴും നാം മറച്ചു പിടിച്ചുകൊണ്ട്, പലതും നാം ഒളിച്ചു വച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാത്തതുകൊണ്ട് പലരും ഇന്ന് വരുന്നില്ല. പലരെയും കുത്തി നോവിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നില്ല. പലതും നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ചെയ്യുന്നത് കൊണ്ട് സുവിശേഷം ശോഭിക്കപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു കൃപ എൻ്റെ മേൽ പകരണമേ. ഒരു സഹോദരി തകർന്ന് നുറുങ്ങി വേദനിച്ച് ഭാരപ്പെട്ട് എൻ്റെ മുൻപിൽ വരുമ്പോൾ അവരെ വാക്കുകൊണ്ടടിക്കാതെ, വാക്കുകൊണ്ട് വേദനിപ്പിക്കാതെ, അവരുടെ ഹൃദയത്തിന് പിന്നെയും ഭാരം കൊടുക്കാതെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തരണം. ഏത് നിമിഷവും അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.